ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു റിയാക്ട് നമ്മുടെ റിയാക്ഷൻ വ്ളോഗേഴ്സിൽ ഏറ്റവും അധികം പണിയെടുക്കുന്ന ഒരു വ്ളോഗർ ഈ പറയുന്ന രേണു റിയാക്ട് ആണ്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പല കോൺട്രവേഴ്സികളായിട്ടുള്ള വിഷയങ്ങളും ആദ്യം യൂട്യൂബിൽ കൊണ്ടുവന്ന് റിയാക്ട് ചെയ്തത് ഈ പറയുന്ന രേണു റിയാക്ട് ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഹാന കൃഷ്ണയുടെ സാരി ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവാദം ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബിൽ കൊണ്ടുവരികയും അതൊരു ടോപ്പിക്കാക്കി മാറ്റുകയും ചെയ്യുന്നതിനകത്ത് മുഖ്യ പങ്ക് വഹിച്ചത് ഈ പറയുന്ന രേണു റിയാക്ട് ആണ്. അതിനാൽ തന്നെ അവരുടെ ചാനൽ അടിച്ചു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിയതായിട്ട് ഇന്നലെ ഒരു വീഡിയോ രേണു റിയാക്ട് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഞാനും ഡാനി സത്യനും ഒരു വീഡിയോ ചെയ്തു. എന്നാലും ഞാൻ ഇന്ന് നമ്മുടെ രേണു റിയാക്ടിന്റെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഒരു സംഭവം കണ്ടത്. ഹൽക്കൻ സ്പാം അങ്ങനെ ഒരു ചാനൽ ഈ ഒരു രേണു ചേച്ചിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് മറുപടിയായിട്ടാണ് രേണു റിയാക്ടിനകത്ത് രേണു ചേച്ചി വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ ഈ ഹൽക്കൻ സ്പാം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവരുടെ വീഡിയോസ് ഒന്നും തന്നെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയം കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ രേണു ചേച്ചിയുടെ വീഡിയോ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഗായ്സ്, കണ്ടോ എൻ്റെ മസിൽ പവർ കണ്ടോ? കളിക്കാൻ നിൽക്കല്ലേ, കളി പഠിപ്പിക്കും ഞാൻ. എന്തായാലും സംസാരിക്കാൻ പോകുന്നത് എന്നെക്കുറിച്ചും എൻ്റെ വീഡിയോനെ കുറിച്ചും സ്വന്തം ഭാര്യയോടും അമ്മയോടും ഒക്കെ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിച്ച അഭിസംബോധന ചെയ്ത ഒരു മഹത് വ്യക്തിത്വത്തെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് നമുക്ക് അങ്ങനെയുള്ള അഭിസംബോധനകളൊക്കെ കേട്ടിട്ട് വെറുതെ മിണ്ടാതിരിക്കാൻ പറ്റുക? ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയോ അമ്മയോ അമ്മായിയമ്മയോ ഒക്കെ മിണ്ടാതെ പഞ്ചപുച്ഛം അടക്കിയിരിക്കുമായിരിക്കും. പക്ഷെ എനിക്കതിന് സാധിക്കില്ല. ഞാൻ സംസാരിക്കാൻ പോകുന്നത് അനീഷിനെ കുറിച്ചാണ്. അതെ, ഹൾക്കൻസ് ഫാം എന്ന യൂട്യൂബ് ചാനലിലെ അനീഷിനെ കുറിച്ച്. അനീഷിന്റെ യൂട്യൂബ് ചാനലിന്റെ പേരോ എന്ന് പറയാൻ എനിക്ക് ഒരു ഭയവും ഇല്ല. പക്ഷെ അനീഷിന് അങ്ങനെയല്ല. അനീഷിന് എന്റെ പേരോ എന്റെ ചാനലിന്റെ പേരോ ഒക്കെ പറയാൻ പേടിയാണ്. അതുകൊണ്ട് കണ്ണട വച്ചവൾ, 4000-7000 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ളവൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ല വൃത്തികെട്ട ഭാഷയിൽ അങ്ങ് സംസാരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇനി ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ആര് കണ്ടില്ലെങ്കിലും അനീഷും അനീഷിന്റെ ഭാര്യ അക്ഷയും കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മുഴുവനായി കാണണം. പ്ലീസ് വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടരുത്, ഞാൻ ആ കണക്കിൽ പെടൂല, എന്നെ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ആ വീഡിയോ കൈസ്ബ്രോ ഇട്ടുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും തരണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. വേറെ ഒരുത്തി ഇട്ടപ്പോ എനിക്കൊരു ചുക്കും ചുണ്ണാമ്പും തരണം എന്ന് തോന്നിയില്ല. കാരണം അവളുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് ഇങ്ങനെ അവരാധിക്കുന്ന പരിപാടിയാണ്. ഒരു ചുക്കും ചുണ്ണാമ്പും തോന്നിയില്ല. നീ എന്തിനാടാ നിന്റെ വീഡിയോക്കകത്ത് ഇവരുടെ പേര് മെൻഷൻ ചെയ്തത്? പിന്നെ ഖയസ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ അല്ലാതെ ഫാമിലി വ്ലോഗിങ്ങോ മറ്റു കാര്യങ്ങളോ വല്ലതാണ് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും തന്നെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഖയസും അത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന വ്യക്തി അപരാധിക്കുകയാണെങ്കിൽ ഖയസും നിന്റെ വീഡിയോ എടുത്ത് വെച്ച് അപരാധിക്കുകയല്ല ചെയ്തത്. ഇപ്പോഴും ഞാനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്തൊരു മാറ്റമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ പേര് പറയുന്നത് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഇതൊരു ചെറിയ ചാനൽ ആയതുകൊണ്ടാണോ? എടാ, പറ്റില്ലെങ്കിൽ പറ്റില്ലാത്ത പണിക്ക് പോകരുത്. അപ്പൊ അതിന് നമ്മൾ വലിയ വില ഒന്നും കൊടുക്കണില്ല. കല്ലി ല്ലോ താങ്കൾ ഉപയോഗിക്കുന്ന ഭാഷ ചിലപ്പോൾ താങ്കളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് താങ്കൾ ഉപയോഗിക്കുന്നതായിരിക്കും. അത് കേട്ട് തഴമ്പിച്ച ആൾക്കാരായിരിക്കും താങ്കളുടെ വീട്ടിലുള്ളത്. അപ്പൊ ആ ഫ്ലോയിൽ അങ്ങ് പബ്ലിക്കിന്റെ മുമ്പിലോട്ടും താങ്കൾ സംസാരിക്കുമ്പോൾ അതേ വാക്കുകളൊക്കെ കയറി വരുന്നു. അനീഷേ, അത് ശ്രദ്ധിക്കണ്ടേ? പിന്നെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് അപരാധിക്കുന്നതാണ് അവളുടെ പരിപാടി. അവൾ എന്ന് പറയുന്നത് ഞാനാണ് കേട്ടോ. അത് ഈ ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവൾക്ക് ആ ഒരു പരിപാടിയാണ്. പിന്നെ ഖൈസിന് എന്താണാവോ പരിപാടി? ഖൈസ് സ്വന്തമായിട്ട് ഹോം ടൂർ, ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് ചെയ്യുന്ന ആളാണോ? ഖൈസ് മറ്റുള്ളവരുടെ കണ്ടന്റ് വെച്ച് റിയാക്ഷൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ താങ്കൾ എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? താങ്കൾക്ക് വയ്യേ അനീഷേ? മേലേ അവളെന്തെന്ന് വെച്ചാൽ കാണിച്ചാൽ അവളോട് വഴിക്കട്ടെ. 16,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഈ സാധനത്തിന് നമ്മൾ എന്ത് വെറുതെ റിയാക്ട് ചെയ്ത് ഫേമസ് ആയി കൊടുക്കേണ്ട അതിന്റെ ആവശ്യമില്ല. ഞാനൊരു ദിവസം രാവിലെ എണീറ്റപ്പോ ദൈവമേ, ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിയേക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഹൾക്കൻസ് ഫാമിലിയിലെ അനീഷ് എന്നെ അങ്ങ് ഫേമസ് ആക്കി തരും, എന്നെ അങ്ങ് വൈറലാക്കി തരും. അങ്ങനെ വിചാരിച്ച് തുടങ്ങിയ യൂട്യൂബ് ചാനലൊന്നും അല്ല എന്റേത്. മനസ്സിലായോ അനീഷ് മോനെ? ഞാൻ 4000 ആയാലും 7000 ആയാലും എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. അത് ഞാൻ കഷ്ടപ്പെട്ട് ഏൺ ചെയ്തെടുത്ത സബ്സ്ക്രൈബേഴ്സ് ആണ്. അതിന് താങ്കളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട ഫേമസ് ആവാൻ. താങ്കളുടെ വീഡിയോ എന്റെ ചാനലിൽ കണ്ടത് ഏകദേശം 75,000 ആൾക്കാരാണ്. ആ 75,000 ആൾക്കാരും താങ്കൾക്കെതിരെ തന്നെയാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ പ്രവൃത്തിയിലാണ് പ്രശ്നം. മനസ്സിലായോ? അല്ലാതെ എന്റെ വീഡിയോയിലല്ല. താങ്കൾ പറയുന്നത് പോലെ ഞാനിരുന്ന് അപരാധിക്കുമല്ല. താങ്കളുടെ ജോലി ചിലപ്പോൾ അതായിരിക്കും, അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടപ്പെട്ടവരുടെ ജോലി അതായിരിക്കും. ആ ജോലി തന്നെയാണ് നാട്ടിലുള്ള എല്ലാ സ്ത്രീകളുടെയും ജോലി എന്ന് താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ താങ്കൾ അത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ നാട്ടുകാര് മാറ്റിത്തരും. മനസ്സിലായോ? പിന്നെ ഈ പുള്ളിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്.
അപ്പൊ കുറെ പേര് കമന്റ് ഇട്ടു കൈസ് ബ്രോ വീഡിയോ ഇട്ടുണ്ടെന്ന്. അപ്പൊ എങ്ങനെയാണ് പുള്ളി വീഡിയോ ഇട്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയറി കഴിഞ്ഞപ്പോ പുള്ളി ഇതുവരെ ചെയ്ത വീഡിയോസിനകത്ത് വളരെ മാന്യമായിട്ടൊരു റിപ്ലൈ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വളരെ മാന്യമായിട്ട്. എനിക്കൊണ്ട് ഇത്രയും മാന്യമായിട്ട് പുള്ളി ഇതുപോലെ റിയാക്ട് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടില്ല പുള്ളിയുടെ കേട്ടോ. അപ്പൊ അത് നമുക്ക് അപ്പൊ പുള്ളി ബാക്കിയുള്ള വീഡിയോ ഒക്കെ മാന്യമായിട്ടല്ലേ ചെയ്തേക്കുന്നത്. അപ്പൊ ഖൈസ് ബ്രോ ബാക്കിയുള്ള വീഡിയോ ഒക്കെ മോശമായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ മോശമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആള് തന്നെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് താനങ്ങ് സപ്പോർട്ട് ചെയ്തു അല്ലെ. എന്നാൽ ഖൈസിനെ അങ്ങ് ഫേമസ് ആക്കി കൊടുക്കാമെന്ന് താനങ്ങ് വിചാരിച്ചു. ഇയാള് തന്നെ അനീഷ് തന്നെ പറയുന്നുണ്ട് ഖൈസ് എല്ലാ വീഡിയോയും നന്നായിട്ടൊന്നും അല്ല, മാന്യമായിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ അനീഷിന്റെ വീഡിയോ മാന്യമായിട്ട് ചെയ്തത് അയാൾ സൂപ്പറാണ്, ഖൈസ് ഓക്കെയാണ്. പൊന്നോ. പിന്നെ ഇദ്ദേഹം ഘോരം വാദിക്കുന്ന ഖൈസ് പറഞ്ഞത് എന്താണ് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അപ്പൊ ഇങ്ങനെ കുറുമ്പ് കാണിക്കുമ്പോൾ മക്കൾ ആക്രമാസക്തരാകുമ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? മക്കളോട് ശക്തമായി നോ പറയണം. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണം. പക്ഷെ അവിടെ അനീഷ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് അവിടെ എടുത്ത് കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട അൽക്കൻ ഫാമിലിയിലെ പ്രേക്ഷകർ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് അവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ ഇങ്ങനെ വാശി പിടിക്കാൻ അനുവദിക്കരുത്, മാതാപിതാക്കളെ ആണെങ്കിലും ഇങ്ങനെ ആക്രമിക്കാൻ അനുവദിക്കരുത്, നിങ്ങൾ പാരന്റിങ്ങിനെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പല രീതിയിലും അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഇത് പക്ഷേ അനീഷിനും ഐശ്വര്യക്കും തീരെ അങ്ങോട്ട് പിടിച്ചില്ല. മകന്റെ വാശിയെക്കുറിച്ച് കമന്റ് ചെയ്ത പലർക്കും വളരെ മോശം രീതിയിലാണ് അനീഷ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. ചിലരുടെ തന്തയ്ക്ക് വരെ വിളിച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. കുട്ടികളാകുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാകും, ഞാൻ അവനെ വാശി പഠിപ്പിച്ചതുകൊണ്ടാണ് അവനെ ആക്രമിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഈ സംഭവത്തെ ന്യായീകരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതാണ് മാന്യമായി അനീഷിനെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന ഖൈസിന്റെ ആ വീഡിയോ. ഇനി ഞാൻ ചെയ്ത വീഡിയോ കൂടി നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. വാശിയായിട്ടാണ് നമുക്കിത് തോന്നുള്ളൂ. അത് വാശി തന്നെയാണ്. കുട്ടികളാകുമ്പോൾ വാശി കാണിക്കും, പിണക്കം കാണിക്കും, പിടിവാശി കാണിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ സ്വന്തം അച്ഛനെ കഴുത്തിന് ചവിട്ടുക, അല്ലെങ്കിൽ മാന്തി പറിക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ദേഹോദ്രം ചെയ്യുക എന്ന് പറയുന്നത് അത് വാശിയുടെ ഗണത്തിൽ പെടുത്തി നമുക്ക് അത്ര നിസ്സാരമായി കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കുട്ടികളെ അത് തിരുത്തി കൊടുക്കണം. വടിയെടുത്ത് അടിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ മുട്ടുമേൽ നിർത്തണമെന്നോ ശിക്ഷ കൊടുക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നോ എന്നെങ്കിലും ആ കുട്ടിയോട് പറയാനുള്ള ഒരു ആർജവം കാണിക്കണം. ഗ്രാൻഡ് പേരൻസ് ചിലപ്പോൾ അവരുടെ ഉണ്ടല്ലോ നോ എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. ഇത് തന്നെയല്ലേ ഖൈസും പറഞ്ഞത്. ഈ ഖൈസ് പറഞ്ഞത് വേറെ അഡീഷണൽ ആയിട്ടൊന്നും ഞാനും കണ്ടില്ല. ഈ രേണു റിയാക്ട് പറഞ്ഞതും ഖൈസ് പറഞ്ഞതും ഒരേ കാര്യം തന്നെയാണ്. രണ്ട് രീതിയിൽ പറഞ്ഞതൊന്നും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അപമാനിക്കുന്ന തരത്തിലെ യാതൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്ര പൊള്ളുന്നത്? ഖൈസിന്റെ പേര് പറയാമെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ പേര് പറഞ്ഞുകൂടാ? ഇതൊരു ചെറിയ ചാനലാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് റീച്ച് കിട്ടുമെന്നൊക്കെയാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണയെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം അത്യാവശ്യം ഓഡിയൻസ് ഉള്ള ഒരു ചാനലാണ്. എന്റെയൊക്കെ ചാനലിലേക്ക് ആളുകൾ വരാണ്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതേപോലെയല്ല, ഇവർക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 7000 സബ് എന്ന് പറഞ്ഞാൽ നിസാരമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവർ പുതിയ തുടക്കക്കാരിയാണ്. ആ തുടക്കക്കാരിക്ക് കിട്ടാവുന്ന മാക്സിമം സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുമുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ വിമർശനങ്ങൾ കേൾക്കുവാൻ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടരുത്. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആളുകൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് താങ്ങുവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് വരരുത്. ഇങ്ങനെയാണെങ്കിൽ കാണിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഖൈസും അത് തന്നെയാണ് പറയുന്നത്. അതിനുള്ളിൽ കുട്ടികളോട് തെറ്റും ശരിയും പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യാനായിട്ട് ഉപദേശിക്കുന്ന ഇതുപോലെ മാന്യമായ ഭാഷയിൽ തന്നെ അഡ്വൈസ് ചെയ്യുന്നവരോട് വളരെ മോശമായ ഭാഷയിലാണ് അനീഷും ഫാമിലിയും റിപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഒന്ന് രണ്ട് അനീഷിന് റിപ്ലൈ കൂടി കാണാം. കേട്ടല്ലോ. അനീഷെ, ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീരെ വയ്യത് എനിക്ക് പറ്റണില്ലേടോ. എന്ത് പ്രശ്നം? ഖൈസ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ വീഡിയോ ചെയ്ത് തന്റെ കോണ്ടന്റ് എടുത്ത് പ്രതികരിച്ച് 3-4 ആഴ്ചകൾക്ക് ശേഷമാണ് ഖൈസ് പ്രതികരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ താങ്കൾ ഉറപ്പായിട്ടും ആദ്യം കണ്ടിരിക്കുന്ന എന്റെ വീഡിയോ ആണെന്നും ഈ കോണ്ടന്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നതും പ്രതികരിച്ചതും ഞാനാണെന്നും താങ്കൾ പറയുന്നുണ്ട്. അപ്പോൾ എന്റെ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന എക്സാക്ട് കാര്യങ്ങൾ തന്നെയാണ് ഖൈസ് പറയുന്നത്. പക്ഷെ താങ്കൾ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞത്? ഞാൻ ഇരുന്ന് അപരാധിക്കുന്നു. ഖൈസ് നല്ലതുപോലെ പ്രതികരിക്കുന്നു. അതെന്താണ് മോനെ? ഞാൻ സ്ത്രീ ആയതുകൊണ്ടും ഖൈസ് ഒരു പുരുഷനായതുകൊണ്ടാണോ? അതോ ഖൈസ് ഫേമസ് ആയതുകൊണ്ടും എനിക്ക് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ 7000 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉള്ളതുകൊണ്ടാണോ? എന്താണ് അനീഷ് മോന്റെ പ്രശ്നം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. പ്രശ്നം ഇത്രയേ ഉള്ളൂ. അനീഷ് നല്ല അന്തസ്സായിട്ട് എന്റെ വീഡിയോ കണ്ടു. പക്ഷെ അനീഷിനെയും അക്ഷയെയും അവരുടെ പേരന്റിങ്ങിനെ കുറിച്ചും അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ അങ്ങ് പ്രതികരിച്ചു. അതിന് സപ്പോർട്ടായിട്ട് കുറെ അധികം ആൾക്കാർ കമന്റ് സെക്ഷനിലും വന്ന് പ്രതികരിച്ചു. 10,000-70,000 ആൾക്കാർ അത് കാണുകയും ചെയ്തു. അത് ഇയാൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അനീഷിനങ്ങ് സഹിച്ചില്ല. ഫ്രസ്ട്രേറ്റഡ് ആയി. എങ്ങനെയെങ്കിലും എന്നെ 4 തെറി വിളിക്കണം. കാരണം സ്വന്തം കമന്റ് ബോക്സിൽ വന്ന് നല്ല രീതിയിൽ പറയുന്നവരെ പോലും തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും മുതുമുത്തയ്ക്കും വല്ല വിളിക്കുന്ന അനീഷിന് എന്നെ വെറുതെ വിടാൻ പറ്റുമോ? പക്ഷെ പ്രതികരിക്കുന്ന എങ്ങനെ പ്രതികരിക്കും? പ്രതികരിച്ചാൽ ഞാൻ 4 പേര് അറിയും. എന്നെ 4 പേര് അറിയും. എനിക്ക് 7,000 എന്നുള്ളത് ചിലപ്പോൾ 10,000-12,000 സബ്സ്ക്രൈബേഴ്സ് ആയാലോ? അങ്ങനെ പാടില്ലല്ലോ. ഞാൻ ഫേമസ് ആവാൻ പാടില്ലല്ലോ. കാരണം അനീഷിന് അസൂയ, കുശുമ്പ്, കുഞ്ഞായ്മ ഒന്നും തീരെ ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അനീഷ് കാത്തിരുന്നപ്പോഴാണ് 3 ആഴ്ചകൾക്ക് ശേഷം ഖൈസ് ഇതിനെ കുറിച്ച് സംസാരിച്ചത്.
ഖൈസ് എന്താണ് സംസാരിച്ചത്? അത് അന്തസ്സായിട്ട് അക്ഷയുടെയും അനീഷിന്റെയും പേരന്റിങ് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് ഖൈസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിനേക്കാൾ മോശമായിട്ടാണ് ഖൈസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഖൈസിന് ഏകദേശം 4 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഖൈസിനെ 4 പേർക്ക് അറിയാം. അപ്പോൾ ഖൈസിന്റെ വീഡിയോയ്ക്കാണ് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്റെ പേര് പറയാതെ കണ്ണട വച്ചവൾ 4000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവൾ എന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കുകയാണെങ്കിൽ എനിക്കിട്ടങ്ങ് കുത്തുകയും ചെയ്യാം. പക്ഷെ എന്നെ ആരും അറിയോ ഇല്ല, എന്റെ ചാനൽ ആരും വന്ന് കാണുമോ ഇല്ല. ഏത് അനീഷിന് ഫ്രസ്ട്രേഷൻ തീരും, എന്നെ 2 തെറിയും വിളിക്കാം, പകരം ഖൈസിനെ അങ്ങ് പൊക്കി വിടുകയും ചെയ്യാം. കാരണം ഖൈസിനോട് എന്നെ പറഞ്ഞതുപോലെ അവൾ അവിടെ നിന്ന് അപരാധിക്കുകയാണ്, അവൾ കുണയ്ക്കുകയാണെന്നുള്ള വൃത്തികെട്ട വാക്കുകളൊക്കെ പറഞ്ഞാൽ നല്ല കണക്കിന് അനീഷിന് അതിനേക്കാൾ വൃത്തികെട്ട ഭാഷയിൽ ഖൈസ് മറുപടി കൊടുക്കുമെന്ന് അറിയാം. പക്ഷേ അനീഷ് ഉപയോഗിച്ച ഭാഷ ഞാൻ ഉപയോഗിക്കില്ല. അതുപോലുള്ള മറുപടി ഒരിക്കലും എന്റെ വായിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. കാരണം എന്താ പറയാ, സംസ്കാരം എന്നുള്ളത് എന്റെയും താങ്കളുടെയും ബ്ലഡിലും ജീനുകളിലും ഉള്ളത് വ്യത്യാസമാണ്. എന്റെ അച്ഛനും എന്റെ അമ്മയും ആണല്ലോ താങ്കളുടെ അച്ഛനും അമ്മയും. അപ്പോൾ ഉറപ്പായിട്ടും ആ വ്യത്യാസം കാണിച്ചേ പറ്റൂ. അത് എന്റെ ആവശ്യമാണ്. പിന്നെ താങ്കൾ പറയുന്നത് പോലെ വൃത്തികെട്ട വാക്കുകളും വൃത്തികെട്ട ഭാഷയും ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർ അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളൊക്കെ ഈ വിളിക്കുന്ന തെറിയും തന്നലും എല്ലാം വിളിക്കാണ്ട് ഞങ്ങളെപ്പോലുള്ള ധാരാളം ആളുകൾക്കറിയാം. പിന്നെ ഞങ്ങൾ ആരും അത് വിളിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെയൊക്കെ വീട്ടുകാർ അതല്ല പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ വിളിക്കേണ്ട വന്നു കഴിഞ്ഞാൽ വിളിക്കും, നല്ല അവിയൽ തെറി വിളിക്കും. അത് വിളിച്ച ചരിത്രവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് ന്യായമായ രീതിയിൽ ഉന്നയിക്കണം. അല്ലാതെ എതിരെ നിൽക്കുന്നവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും തരവഴിക്കും അവരുടെ വീട്ടിൽ നിന്ന് കൊച്ചു പിള്ളേർക്കും വിളിച്ചു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു വിളിക്കാൻ അറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. വേണ്ടി വന്നാൽ വീട്ടിൽ കയറി 2 പൊട്ടിക്കാനും ആളുകൾ മടിക്കില്ല. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോസും ഫാമിലി വ്ളോഗിങ് കേട് നിൽക്കാണ്ട്. പിന്നെ നിങ്ങളൊരു കോണ്ടന്റ് കൊണ്ടുവന്ന് പബ്ലിക് ഡൊമൈനിൽ ഇട്ട് കഴിയുമ്പോൾ അത് എടുത്തു വെച്ച് ആളുകൾ അവരുടെ അഭിപ്രായം പറയും. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ഒരു നാടാണിത്. പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തന്തയ്ക്കുറക്കാഴിയെ വിളിച്ച് പറയുന്നത് ഒട്ടും ന്യായീകരിക്കാനും പറ്റില്ല. പക്ഷെ ഇവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പല യൂട്യൂബേഴ്സും റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ പെൺകുട്ടികളെയൊക്കെ അധിക്ഷേപിക്കുന്നതൊക്കെ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവരങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ പേരന്റിങ് അതിനെ അവരൊന്ന് വിമർശിച്ചു. സ്വാഭാവികമാണ്, ഇവർ ഒരമ്മയാണ്. ഒരമ്മ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുമ്പോൾ അവരതിനെക്കുറിച്ച് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായങ്ങൾ കേൾക്കുവാൻ തയ്യാറാവണം. അതിനുള്ള ക്ഷമ അത് വേണം. അല്ല മലയാളികൾ, ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ സിനിമയിൽ പറയുന്നത് പോലെ വേണ്ടി വന്നാൽ മുണ്ടുമടക്കി കുത്താനും പറയാം, 2-4 തെറി പറയാനും പറയാം. പക്ഷെ പറയാത്തത് നേരത്തെ പറഞ്ഞ ജീനിന്റെ ഗുണമാണ്. മനസ്സിലായോ? എന്തായാലും എന്റെ വീഡിയോ അല്ല, നിന്നെ കുറിച്ചല്ല പറഞ്ഞത്. നിന്റെ പേര് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഈ വീഡിയോയ്ക്ക് ശേഷം ചോദിച്ചുകൊണ്ട് വരാനുള്ള അനീഷിനെ മുൻകൂട്ടി കാണുന്നത് കൊണ്ട് അനീഷ് കമന്റ് ബോക്സിൽ കൊടുത്തൊരു റിപ്ലൈ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ കാര്യം നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ കമന്റ് ഇട്ടേക്കാണ്. അതിന് കൊടുത്ത മറുപടിയാണേ. നമ്മൾ റിയാക്ട് ചെയ്യാനൊക്കെ ഒഴിവാക്കി കേസാണ്. പക്ഷെ ഇത് ഒരുത്തിനെ തുടങ്ങി വെച്ച് ഒരു കണ്ണടാച്ചെടുത്തി പിന്നെ ഓരോരുത്തരിങ്ങനെ ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേറെ കണ്ടനം ഇല്ലാതുകൊണ്ടേ കൊച്ചു കുഞ്ഞിനെ വെച്ചാൽ കണ്ണൻ ഉണ്ടാക്കുന്നു. ഒരു പരിധി വിട്ടപ്പോ ഒരു വീഡിയോ ഇട്ടു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ താഴെ വന്ന് തെറി വിളിക്കാൻ പാടില്ല. അതുവരെ അവിടെ പോയി തെറി വിളിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ട് അവിടെ പോയി വിളിച്ചേക്കുന്നു. പിന്നെ കിട്ടുമെന്ന് അറിയാം. ഇയാൾ ആരും ഇന്ത്യയുടെ പരമോന്നധികാരിയോ? ആരെയും എന്തും ചെയ്യാനുള്ള അധികാരം ഇയാൾക്കുണ്ടോ? പരമോന്നധികാരി ആണെങ്കിൽ പോലും ഒരാളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാനോ ഫിസിക്കലി ടച്ച് ചെയ്യാനുള്ള അധികാരമില്ല. ആസ് പെർ ലോ, ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ താങ്കള് ഇയാളെ അങ്ങ് ഭയപ്പെട്ടാണ് എല്ലാവരും എന്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്തത് കേട്ടോ. ഇയാളെ അങ്ങ് പേടിച്ച് വിറച്ച് ഇയാളോടുള്ള ഭയം കൊണ്ട് ആരും ഇയാളുടെ കമന്റ് ബോക്സിൽ അല്ലാണ്ട് പേടിക്കാൻ അണ്ണൻ ആര് കിമ്മോ? നമ്മുടെ ഉത്തരകൊറിയൻ ഏകാധിപതി അങ്ങനെ വല്ലവരും ആണോ? അല്ലല്ലോ. ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവരുടെ അഭിപ്രായം പറയുന്നു. അത് കേൾക്കുവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതിന് താങ്കൾ തയ്യാറാവുന്നില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ വരുമ്പോഴത്തേക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എടുത്തു വെച്ച് പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണം താങ്ങുവാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സാധനം അപ്ലോഡ് ചെയ്യാവുള്ളൂ. അത് തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സിന്റെ റിയാക്ഷൻ താങ്ങുവാനുള്ള ശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോണ്ടന്റുകൾ ഇവിടെ കൊണ്ട് അപ്ലോഡ് ചെയ്യരുത്. എന്ന് വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വല്ലാത്ത രീതിയിൽ അബ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിയാക്ഷൻ വീഡിയോസിനെ ഞാൻ അംഗീകരിക്കത്തില്ല. അതിനെ ന്യായീകരിക്കാൻ ഞാൻ നിൽക്കില്ല.
സോ നമുക്ക് ബാക്കി കിട്ടണം. പോയി കമന്റ് ചെയ്തിരുന്നു. ഞാൻ പ്രതികരിച്ച ആ വീഡിയോ ഇയാളുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇയാള് മക്കളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊക്കെ കാണിച്ചു വെക്കുന്ന പ്രഹസനമൊക്കെ കിടപ്പുണ്ട്. ആ കമന്റ് ബോക്സിന്റെ താഴെ ഒന്ന് പോയി നോക്കണം. ചിരിച്ചിരിച്ച് മടുക്കും. ഭയങ്കര പേടിയായതുകൊണ്ടേ ഒന്നും ആരും മിണ്ടിയിട്ടില്ല. കേട്ടല്ലോ, കണ്ണട വച്ചോളാണ് തുടങ്ങി വെച്ചതെന്ന്. അവൾ, ഇവൾ, പോടി, എടി, തന്ത, തള്ള, ഇമാതിരിയൊക്കെയുള്ള ഭാഷ അനീഷെ വീട്ടിനകത്ത് ഉപയോഗിക്കൂ. വീട്ടിനകത്ത് അനീഷ് ചെലവിന് കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പ്രതികരിക്കില്ലായിരിക്കും. പക്ഷെ നാട്ടിലുള്ള എല്ലാവരുടെയും നെഞ്ചത്തോട്ട് കയറാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പ്രതികരിക്കും. പ്രതികരണം ഇതുപോലെ ഇത്ര മാന്യതയിൽ എപ്പോഴും ആകണമെന്നില്ല. മറ്റു പല ആൾക്കാരൊക്കെ പ്രതികരിച്ചാൽ ഇത്രയും മാന്യത പ്രതീക്ഷിക്കരുത്. നോ, ഓക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നും വരില്ല. ഞാൻ നിങ്ങളോട് പറയാറില്ല, ഇതിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇത് യൂട്യൂബിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ചിലപ്പോൾ കമന്റ് വരുമ്പോ കണ്ടിട്ട് റിപ്ലൈ ചെയ്യാനൊക്കെ പോകും. ഞാൻ യൂട്യൂബിൽ നിന്ന് ജീവിക്കുന്ന ആളല്ല. അപ്പൊ ഈ കമന്റ്സ് വരുമ്പോൾ ഞാൻ പ്രതികരിക്കും. യൂട്യൂബിൽ നിന്ന് ജീവിക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഈ കമന്റ് സെക്ഷൻ അങ്ങ് ഓഫ് ചെയ്തിടുക. പിന്നെ മോണിറ്റൈസേഷൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി മോണിറ്റൈസേഷൻ അങ്ങ് ഓഫ് ചെയ്തിടും അനീഷ് മോനെ. അതെന്താ ചെയ്യാത്തെ? അനീഷിന്റെ വീഡിയോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങൾ കയറി വരുന്നുണ്ടല്ലോ. അപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടല്ലോ. ഈ ഡോളർ വേണ്ട എന്നങ്ങ് പറ. ഞാൻ യൂട്യൂബിൽ നിന്ന് ജീവിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് എന്റെ കമന്റ് സെക്ഷനിൽ വന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കും. എന്റെ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എന്റെ ചാനൽ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. എന്റെ വരുമാനം യൂട്യൂബ് അല്ല. അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുന്ന ചേട്ടൻ എന്തിനാണ് അനീഷ് ചേട്ടാ കമന്റ് ബോക്സ് ഓൺ ആക്കി വെച്ചിരിക്കുകയും മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നത്? അതങ്ങ് ഓഫ് ചെയ്ത് ആർജവം അങ്ങ് കാണിക്കുക. അപ്പോഴല്ലേ യഥാർത്ഥത്തിൽ പറയുന്നതും പ്രവൃത്തിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം. അത് ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ? എന്തിനാണ് വീഡിയോസിന്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിരിക്കുന്നത്? അതങ്ങ് ഓഫ് ചെയ്തിട്ടൂടെ? അതേപോലെ തന്നെ കമന്റ് സെക്ഷൻ അതും അങ്ങ് ഓഫ് ചെയ്യാമല്ലോ. അതൊന്നും ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ആളുകൾ വന്ന് ഈ ഒരു വിഷയത്തെ വിമർശിച്ചോ അനുകൂലിച്ചോ കമന്റ് ഇടണം. കമന്റ് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ യൂട്യൂബ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആഡ് ലഭിക്കും. അതിലൂടെ നല്ലൊരു വരുമാനം കിട്ടും. അല്ലാതെ പുളിങ്കുരുവിനൊന്നും അല്ലല്ലോ അണ്ണൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കി ഇട്ടിരിക്കുന്നത്. ഒരു സംശയമാണ്, ചോദിച്ചു വന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ യൂട്യൂബിൽ നിന്ന് ഡോളറാണ് കിട്ടുന്നത്. ഇനി അങ്ങേക്ക് പുളിങ്കുരുവാണോ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണമെന്ന് വിചാരിച്ചാണ്. മുമ്പേ ഏതോ ഒരു പെണ്ണ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോ അങ്കാപുങ്ക അതേത് ഭാഷ? അങ്കാപുങ്ക അതേത് ഭാഷ? ഞാൻ പറഞ്ഞു കേട്ടോ, വീടിനകത്ത് സംസാരിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന്. ആദ്യം അതങ്ങ് മാറ്റൂ. അങ്കാപുങ്കെ എന്ത് സംഭവം? ഇത് എന്നാത്തക്കാണോ തോന്നിയത്? കോതയ്ക്ക് പോയിട്ടെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളൊരു കമന്റ് ഇടാനോ ഒന്നിനും നമ്മൾ പോയില്ല. ഇന്നിപ്പോ റിയാക്ഷൻ വീഡിയോനൊരു എക്സ്പ്ലനേഷൻ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈസ് ബ്രോ ഇട്ടൊരു വീഡിയോ കാരണം പുള്ളി വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പിന്നെ കൈസ് ബ്രോ ഇട്ടൊരു വീഡിയോ കാരണം താങ്കൾക്ക് ഡോളർ വേണം. താങ്കൾ 11 ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ കണ്ടന്റ് വേണം. അപ്പോൾ പിന്നെ കൈസിന്റെ പേരിൽ ഇട്ടങ്ങ് വീഡിയോ അങ്ങ് റിയാക്ട് ചെയ്യുന്നു. എന്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ താങ്കൾ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്നും താങ്കൾക്ക് എന്നെ 4 തെറി വിളിക്കാനിട്ട് അങ്ങ് നിക്കക്കളി ഇല്ലായിരുന്നു എന്നും താങ്കളുടെ ഈ ഫുൾ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവും. ഓക്കെ? പിന്നെ അസൂയം കുശുമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷെ എവിടെ പാളിപ്പോയി കണ്ണട വെച്ചവൾ? ആദ്യമായിട്ട് അവളാണ് ഈ കോണ്ടന്റ് എടുത്ത് ഇട്ടതെന്ന് പറഞ്ഞപ്പോൾ കാരണം ഈ ഒരു ടോപ്പിക്ക് സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് കൊണ്ടുവന്ന് ഈ പറഞ്ഞ രേണു റിയാക്ട് ആണ്. അതിനുശേഷമാണ് കയസ് എടുത്ത് വെച്ച് പ്രതികരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വിവാദമായി നിൽക്കുന്ന പല കണ്ടന്റുകളും ഫസ്റ്റ് രേണു റിയാക്ട് എന്ന് പറഞ്ഞ ഈ ചാനലിലൂടെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണ്ണട വെച്ച സ്ത്രീ എന്ന് പറയുന്നത് ആകപ്പാടെ ഈ പറയുന്ന രേണു ചേച്ചി മാത്രമേ ഉള്ളൂ കണ്ണട വെച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എൻ്റെ അറിവിലുള്ളൂ. കണ്ണട വെച്ച് വീഡിയോ ചെയ്യുന്ന ധാരാളം ആണുങ്ങളുണ്ട്. പക്ഷെ പെണ്ണുങ്ങളുടെ കാറ്റഗറിയിൽ ആകപ്പാടെ ഞാൻ ഈ ഒരു രേണു ചേച്ചിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൂടാതെ 7000 സബ്ബേ ഉള്ളൂ രേണു ചേച്ചിക്ക്. എൻ്റെ പൊന്നടാവേ, വേണമെങ്കിൽ വെറും ഒരു പെണ്ണെന്ന് മാത്രം പറഞ്ഞങ്ങ് പോകാരുത്. എന്തെല്ലാം ക്ലൂ നാട്ടുകാർക്ക് ഇട്ടുകൊടുത്തു. അത് എന്നിലേക്കായി വിരൽ ചൂണ്ടുന്നത്. കാരണം കണ്ണട വെച്ചവളായാലും അത് ഞാനാണ്. ആദ്യമായിട്ട് ഈ ടോപ്പിക്ക് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചത് ഞാൻ തന്നെയാണ്. അതല്ല എന്ന് തെളിയിക്കണമെങ്കിൽ എന്നേക്കാൾ മുമ്പ് ഇതേ ടോപ്പിക്ക് സംസാരിച്ച ഒരു കണ്ണട വെച്ച സ്ത്രീനെ നിങ്ങൾ പരിചയപ്പെടുത്തണം. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് ഞാനല്ലാതെ തെളിയിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഞാൻ തന്നെയാണ്. എന്തായാലും ഇതിന്റെ താഴെ വന്ന കമന്റ് സെക്ഷനിലെ അനീഷിന്റെ കുറച്ച് വാദപ്രതിവാദങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ നല്ല അച്ഛനും അമ്മയും തന്നെയാണ്, ആൾക്കാർ പറയുന്ന കാര്യം മൈൻഡ് ആക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞൊരു കമന്റ് വന്നേക്കുന്നു. അതിന്റെ താഴെ
അതെ, അതെല്ലാം മാറുന്ന പ്രായം വരും. പക്ഷെ ഇപ്പോഴേ അടിച്ചു വളതണം എന്നാണ് കുറെ തെണ്ടുകളുടെ വാദം. വളതണോ? അതെന്ത് സാധനം വളതണം? പിന്നെ കുറെ തെണ്ടുകളുടെ വാദം എന്ന് താങ്കളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇതേ വാദം ഉന്നയിച്ചോ? അവരെയാണോ തെണ്ടുകൾ എന്ന് വിളിച്ചത്? എനിക്കറിയില്ല. വർഗ്ഗസ്നേഹം കാണിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വേറെ ഒരെണ്ണം വായിക്കാം. അതായത് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യുന്നത്, മുമ്പോട്ട് പോകുക അനീഷ് ബ്രോ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു മക്കളെ തല്ലണം എന്നൊക്കെയാണ് പറച്ച്. തെണ്ടികളുടെ ചെപ്പ നോക്കി കൊടുക്കണ്ടേ? പിന്നെ താങ്കൾ തെണ്ടികളെ അഭിസംബോധന ചെയ്ത് ആരെയാണെന്നറിയില്ല. ആരെയായാലും, അത് കുടുംബത്തിലുള്ളവരായാലും ബന്ധുമിത്രാദികളായാലും ഒക്കെ താങ്കൾ ചെപ്പ നോക്കി അങ്ങ് കൊടുക്കാൻ നിൽക്കുമ്പോൾ അറ്റൻഷൻ, അനീഷ് സാർ വരുന്നുണ്ട്, എല്ലാവരും അറ്റൻഷൻ ആയിട്ട് നിൽക്കൂ എന്നും പറഞ്ഞ് കവിളിങ്ങ് ചെരിച്ചു പിടിച്ചോണ്ട് നിൽക്കും. അവരുടെ കൈയൊക്കെ തേങ്ങ പറിക്കാനും മാങ്ങ പറിക്കാനും ഒക്കെ അങ്ങ് പോവായിരിക്കും അല്ലെ? എന്തൊക്കെ മിഥ്യാധാരണകളാണ് അനീഷ് ചേട്ടനും. അറിയത്തില്ല, പ്രായത്തിൻ്റെതായ പക്വതയും മാനസിക വളർച്ചയൊന്നും ഇല്ലേ? എന്താണ് പ്രശ്നം? നിങ്ങൾ ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾക്ക് അതേ ഉള്ളൂ. ഒന്നുകിൽ തന്തയുടെയും തള്ളയുടെയും സ്നേഹം കിട്ടാത്ത ജന്തുക്കളാവും, അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരുതരം വിരോധാഭാസം. ആർക്കാണ് തന്തയുടെയും തള്ളയുടെ സ്നേഹം കിട്ടാത്തത്? ആരാണ് തന്തേനെയും തള്ളേനെയും തിരിഞ്ഞു നോക്കാത്തത്? എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഫേസ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറയണേ. നമുക്കാർക്കും അങ്ങനെയല്ല. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാത്തതും അച്ഛനെയും അമ്മേനെയും സ്വന്തം ദുബായിലെ ഫ്ലാറ്റിലോട്ട് കൊണ്ടുവരാത്തതും പേരക്കുട്ടികളെ നോക്കാനായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് വിടാത്തതുമൊക്കെ ആരാണ്? അനീഷാണ്. ചിലപ്പോൾ അനീഷിൻ്റെതായ വാദങ്ങൾ കാണുമായിരിക്കാം. ന്യായീകരിച്ചുകൊണ്ട് ഇവരുടെ പേരന്റിങ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളുടെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന മറുപടി, അയ്യോ അങ്ങനെ പറയല്ലേ, ഇങ്ങനെയുള്ള കുട്ടികൾ സ്കൂളിൽ പോയാൽ വേറെ കുട്ടികളെയും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കുരച്ചുകൊണ്ട് കുറെ പട്ടികൾ വരും. ആരെയാണ് പട്ടികൾ എന്ന് പറഞ്ഞത്? സ്കൂളിൽ പോകുമ്പോഴും ഇത് ഒരുപക്ഷെ ആവർത്തിക്കുമെന്ന് ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി എന്നെയാണോ പട്ടി എന്ന് വിളിച്ചത്? എന്നെയാണോ നായ എന്ന് വിളിച്ചത്? താങ്കൾക്ക് എന്നെ കണ്ടപ്പോൾ പട്ടിയുടെയോ നായയുടെ രൂപസാദൃശ്യം തോന്നിയോ? ഏത് നായയാണ് മലയാളം ഇതുപോലെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നത്? ഏത് നായയാണ് രാവിലെ എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് കണ്ണാടിയൊക്കെ വെച്ച് 2 കാലിൽ എണീറ്റ് ചെയ്ത് പൊട്ടൊക്കെ കുത്തി വീഡിയോ ചെയ്യുന്നത്? താങ്കളുടെ വീട്ടിൽ മാത്രം കാണുന്ന ഏതെങ്കിലും നായയാണോ? അങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി മുടിയൊക്കെ ചീകി ഒതുക്കി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ വീട്ടിൽ പട്ടി എന്നാണോ വിളിക്കുന്നത്? അറിയില്ല. ചിലപ്പോൾ സ്വന്തം വീട്ടിലെ സ്ത്രീ ജനങ്ങളെ ചിലപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ വെച്ചായിരിക്കും അഭിസംബോധന ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അനീഷേ, നോ 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 നോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ ഒരു രീതിയിലും സമൂഹത്തിലെടുത്ത് ഉപയോഗിക്കരുത്. കാരണം അത്രയ്ക്ക് എന്റെ പൊന്നോ, ഇതിൽ കൂടുതൽ നല്ലൊരു മറുപടി ഈ പറയുന്ന വ്യക്തിക്ക് കിട്ടാനില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. തെറിക്ക് മറുതെറിയല്ല, ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്ത് വിടാൻ പറ്റുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ ഒന്നും അടുത്ത് ചെന്നിട്ട് നമ്മൾ വെല്ലുവിളിക്കാൻ നിൽക്കരുത്. അവരാരും തെറി പറയില്ല, പക്ഷെ നമ്മളെ ഈ വറചട്ടിയിലിട്ട് വറുത്തെടുക്കുന്ന രീതിയിൽ അങ്ങ് ആക്കി വിടും. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയം എവിടം വരെ പോകുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയോട് നമ്മുടെ വീഡിയോ.